നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ലീക്ക് ആയിട്ടുണ്ടോ? ഒരൊറ്റ ക്ലിക്കിൽ ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്കറിയാം, സ്മാർട്ട് ഫോൺ യൂസറെ സംബന്ധിച്ചിടത്തോളം ജിമെയിൽ അക്കൗണ്ട് എന്നത് അതിൻ്റെ കീ ആണ്. ഈ ഒരു താക്കോൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ കോൺടാക്റ്റ് ലിസ്റ്റുകളൊക്കെ ജിമെയിലായിരിക്കും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. അതുമാത്രമല്ല, ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പല കാര്യങ്ങളും, ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഗൂഗിൾ ഫോട്ടോസ് അതിൻ്റെ ബാക്കപ്പ് എങ്ങാനും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം അതേ സമയത്ത് തന്നെ അതിലേക്ക് അപ്ലോഡ് ആകുകയും ചെയ്യും. പിന്നെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലെ എല്ലാ ചാറ്റ് ലിസ്റ്റും അതിലേക്ക് ബാക്കപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ചാവി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് ലീക്കായിട്ടുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതല്ലേ? അപ്പോൾ നമ്മുടെയൊക്കെ ബാധ്യതയാണ് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ലീക്കായിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ നമുക്കിത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി എങ്ങാനും ലീക്കായിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റ് ഓപ്പൺ ആകും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൈറ്റ് ലിങ്ക് എന്ന് എഴുതിയത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ ഈ ഒരു മെയിൽ ഐ ഡി. ഇവിടെ ചെക്ക് എന്ന ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് തന്നെ ഇതാ കണ്ടോ, ഇവിടെ ഡാറ്റ ബ്രീച്ചസ് എന്ന ഈ ഒരു ഭാഗം ഗ്രീൻ കളറിലാണ് ഉള്ളത്. ഇവിടെ എൻ്റെ ഈ ഒരു മെയിൽ ഐ ഡി ലീക്ക് ആയിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു മെയിൽ ഐ ഡി ഇവിടെ ചെക്ക് ചെയ്യുകയാണ്. അത് നമുക്ക് നോക്കാം. ലീക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ മറ്റൊരു മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ഇതെൻ്റെ മറ്റൊരു മെയിൽ ഐ ഡി ആണ്. ഇവിടെ ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ചെക്ക് എന്ന ഭാഗം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഇത് 3 സ്ഥലത്ത് ലീക്കായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് എവിടെയൊക്കെയാണ് ലീക്കായിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ദാ ഇവിടെ കണ്ടോ, ഏപ്രിൽ 2025 ദാ ഈ ഒരു സൈറ്റിൽ എൻ്റെ മെയിൽ ഐ ഡി ലീക്കായിട്ടുണ്ട് എന്ന് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലീക്കായിട്ടുള്ളത് ഇത് കണ്ടോ, ഇമെയിൽ അഡ്രസ്സ് അതുപോലെ തന്നെ പാസ്വേഡ്, അത് രണ്ടും ഇവിടെ ലീക്കായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ ഏപ്രിൽ 2020 ദാ മറ്റൊരു സൈറ്റിൽ എൻ്റെ മെയിൽ ഐ ഡി ലീക്കായിട്ടുണ്ട്. എന്തൊക്കെയാണ് ലീക്കായിട്ടുള്ളത് ദാ ഇവിടെ കാണാൻ സാധിക്കും. ബ്രൗസർ യൂസർ അർജൻറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സസ്, അതുപോലെ തന്നെ IP അഡ്രസ്സസ്, നെയിംസ്, പാസ്വേഡ്സ്, ഇതൊക്കെ ഇവിടെ ലീക്കായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിസംബർ 2018 ഇതാ ഇവിടെ മറ്റൊരു സൈറ്റിലും കൂടി ലീക്കായിട്ടുണ്ട്. ഇമെയിൽ അഡ്രസ്സസ്, അതുപോലെ തന്നെ ജിയോഗ്രാഫിക് ലൊക്കേഷൻസ്, നെയിംസ്, പാസ്വേഡ്സ്, ഫോൺ നമ്പർ, സ്പോക്കൺ ലാംഗ്വേജസ്, അതുപോലെ തന്നെ യൂസർ നെയിംസ്, ഇതൊക്കെ ലീക്കായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ആ വെബ്സൈറ്റിൽ നിന്നൊന്നും ഒരിക്കലും നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെയിൽ ഐ ഡിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ പഴയ ആ ഒരു ലീക്കായിട്ടുള്ള സൈറ്റുകളൊക്കെ വീണ്ടും കാണിച്ചെന്ന് വരും. പക്ഷേ നമ്മൾ എപ്പോഴാണ്, ഏത് ഡേറ്റിലാണ് നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തത്, ആ ഡേറ്റ് മുതൽ മുന്നോട്ടുള്ള സൈറ്റുകൾ, ഏതെങ്കിലും സൈറ്റിൽ ഇതുപോലെ ലീക്കായിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ലീക്കായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെതായ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.